ഹായ് എവ്രി വൺ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് സോഴ്സസ് ഓഫ് പ്രൊജക്റ്റ് ഐഡിയാസ്. നമുക്ക് ഒരുപാട് പ്രൊജക്റ്റ് ഐഡിയാസ് ഉണ്ടെന്ന് പറഞ്ഞ് ആ പ്രൊജക്റ്റ് ഐഡിയാസ് നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്തിട്ട് ഒരു പ്രൊജക്റ്റ് ആക്കിയിട്ട് മാറ്റണം. അതാണ് എന്തെന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത്. അതിൽ ഈ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ ഒരുപാട് സോഴ്സസ് ഉണ്ട്. ഒരുപാട് സോഴ്സസിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊജക്റ്റ് ഐഡിയാസ് നമുക്ക് കിട്ടും. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഴ്സസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഒരു സോഴ്സസ് ആണ് അവർ ഓൺ നീഡ്സ്. നമ്മുടെ നീഡ്സിൽ നിന്നും എന്ത് ചെയ്യാം, പ്രൊജക്റ്റ് ഐഡിയ ഉണ്ടാവും. നമുക്കൊരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, നീഡ്സ് ഉണ്ട്. അപ്പോൾ ഓരോ നീഡ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ഐഡിയ ആക്കിയിട്ട് മാറ്റിയിട്ട് അതിനെന്ത് ചെയ്യാൻ പറ്റും, ഒരു ഓൺട്രപ്രീനർഷിപ്പ് ആക്കിയിട്ട് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കഴിയും. ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഷൂ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ്. അങ്ങനെ ആ ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് ഷൂ പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ സെയിൽ ചെയ്ത് ആൾക്കാർ നല്ല ഡിമാൻഡ് കാണിച്ച് പ്രൈസൊക്കെ ഇതാക്കിയൊക്കെ ചെയ്ത് പ്രോഫിറ്റൊക്കെ കിട്ടി. അങ്ങനെ എന്ത് ചെയ്ത് ഇതിൻ്റെ അടുത്തുള്ള ഒരു കൺട്രിയിലേക്ക് എന്ത് ചെയ്തു, ഒരാളെ അയച്ച്, ഇവിടുന്ന് ഒരാളെ ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് ഒരാളെ അയച്ചിട്ട് പറഞ്ഞ് അവിടെ ഷൂവിൻ്റെ സ്കോപ്പ് എന്താണെന്ന് നോക്കാൻ, അവിടെ ഈ കച്ചവടം നടക്കും എന്ന് കാണുന്ന കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ഒരാളെ അടുത്ത കൺട്രിയിലോട്ട് ഈ ഒരു ഓർഗനൈസേഷൻ വിട്ടു. അപ്പോൾ ആ ഒരാളവിടെ പോയിട്ട് ഫസ്റ്റ് ആളെ പറഞ്ഞയച്ചു. ആ ആൾ പറഞ്ഞയച്ചപ്പോൾ അവിടെ ഒക്കെ ഒബ്സർവ് ചെയ്തപ്പോൾ അയാൾക്ക് എന്ത് ചെയ്ത്, ഇവിടെ ഷൂ ആരും ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ ഈ ഷൂ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിന് ഇവിടെ ഒരു സ്കോപ്പും ഉണ്ടാവില്ല എന്ന് എന്ത് ചെയ്ത് ഈ ഓർഗനൈസേഷനിൽ നിന്ന് പറഞ്ഞ് അങ്ങനെ ഷൂ പ്രൊഡ്യൂസ് ചെയ്താൻ വിട്ട്. അങ്ങനെ ഫസ്റ്റത്തെ ആൾ പറഞ്ഞ് അവിടെ ഷൂവിന് ഒരു സ്കോപ്പും ഇല്ല, അവിടെ ഇങ്ങോട്ട് ഷൂ അയക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ കമ്പനി ഓർഗനൈസേഷൻ തന്നെ വേറൊരു രണ്ടാമത്തെ ആളെ ആ ഒരു കൺട്രിയിലോട്ട് അയച്ച്. അപ്പോൾ അയാളുടെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഷൂ ഒന്നും ഇല്ല, പക്ഷേ ഇവിടേക്ക് ഷൂ കൊണ്ടുവരികയാണെങ്കിൽ നല്ല സ്കോപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് പേരുടെയും ചിന്തകൾ തമ്മിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു അവിടെ ഷൂവിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അവർ ഓൺ നീഡ്സിൽ നിന്നും എന്ത് ചെയ്യാം, ഒരു പ്രോജക്റ്റ് ഐഡിയ ഉണ്ടാവാം. രണ്ടാമത്തത് മാർക്കറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. മാർക്കറ്റ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു പ്രൊജക്റ്റ് ഐഡിയ ഡെവലപ്പ് ചെയ്യാം. ഒരു മാർക്കറ്റ് നമ്മൾ കെയർഫുള്ളായിട്ട് ഒബ്സർവ് ചെയ്യുന്നത് വഴി ഓരോ ബിസിനസ് ഐഡിയാസും നമുക്ക് മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. മാർക്കറ്റ് സർവേ നടത്തുക. അതിൽ മാർക്കറ്റ് സർവേ നടത്തുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ്, പ്രൊഡക്റ്റിൻ്റെ പൊസിഷൻസ്, അതിൻ്റെ ഫ്യൂച്ചറിൽ അതിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്, അതിലെന്തെങ്കിലും ഫാഷനിൽ ചേഞ്ച് വരുത്തണോ, ഇൻകം ലെവലിൽ ചേഞ്ച് വരുത്തണോ, പ്രൈസിൽ ചേഞ്ച് വരുത്തണോ, ഇങ്ങനെയുള്ള ഓരോ മാർക്കറ്റിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓരോ പ്രൊജക്റ്റ് ഐഡിയാസും നമുക്ക് ആ മാർക്കറ്റിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ കഴിയും. മൂന്നാമത്തത് സക്സസ് സ്റ്റോറീസ് ഓഫ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും സക്സസ് സ്റ്റോറീസിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഓരോ പ്രൊജക്റ്റ് ഐഡിയാസ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അവരുടെ വെഞ്ചർ, അവരുടെ ബിസിനസ് ഓർഗനൈസേഷൻ എന്തായിട്ടുണ്ടാകും, അവർ തുടങ്ങിയിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷൻ സക്സസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരെങ്ങനെയാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ടുണ്ട്, ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെ ഉള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഓർഗനൈസേഷനിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ സക്സസ് സ്റ്റോറീസും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്കൊരു പ്രൊജക്റ്റ് ഐഡിയാസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബിൽ ഗേറ്റ്സ് അല്ല, അംബാനീൻ്റെ നോക്കുകയാണെങ്കിൽ അയാൾ എന്താ ആദ്യം ഒരു പെട്രോൾ പമ്പിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അങ്ങനെ അയാളുടെ സക്സസ് സ്റ്റോറി, അയാളുടെ പെട്രോൾ പമ്പിൽ ജോലി ചെയ്തിട്ട് അയാൾ എന്ത് ചെയ്ത് ഒരു റിലയൻസിൻ്റെതായി. അപ്പോൾ അയാളുടെ സക്സസ് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സക്സസ് സ്റ്റോറീസ് ഓഫ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രൊജക്റ്റ് ഐഡിയാസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ഒരു സോഴ്സസ് ആണ് പ്രൊജക്റ്റ് പ്രൊഫൈൽസ്. പ്രൊജക്റ്റ് പ്രൊഫൈൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വാരിയസ് ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് ഏജൻസീസ്, ഗവൺമെൻറ്റും പ്രൈവറ്റ് ഏജൻസീസും എന്ത് ചെയ്യുന്നുണ്ട്, പീരിയോഡിക്കലായിട്ട് ഓരോ ഓർഗനൈസേഷൻ്റെയും പ്രൊജക്റ്റ് പ്രൊഫൈൽ എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഒരു ഇൻഡസ്ട്രീസിൻ്റെയും അവരുടെ പ്രൊജക്റ്റ് റിപ്പോർട്ട്സും പീരിയോഡിക്കൽ പ്രൊഫൈൽസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്,
പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രൊഫൈൽസിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ടെക്നിക്കലായിട്ടുള്ള, ഫിനാൻഷ്യലായിട്ടുള്ള, മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്തുണ്ടായിരിക്കും, ആ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കും. ആ പ്രൊജക്റ്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഏജൻസീസോ ആയിരിക്കും റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ആ ഒരു പ്രൊജക്റ്റ് പ്രൊഫൈൽ നോക്കിയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബിസിനസ് ഐഡിയ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് വരുന്നത് ട്രേഡ് ഫെയേഴ്സ് ആൻഡ് എക്സിബിഷൻസ്. നമ്മുടെ നാട്ടിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ട്രേഡ് ഫെയേഴ്സും എക്സിബിഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു എക്സിബിഷനിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ പ്രോഡക്റ്റ് നമ്മുടെ മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഐഡിയാസ്, ഒരു മാർക്കറ്റിൽ എത്രത്തോളം അതിന് സ്കോപ്പ് ഉണ്ട്, ആ ഒരു ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിബിഷൻസൊക്കെ കണ്ടതിന് ശേഷം നമുക്കൊരു പ്രൊജക്റ്റ് ഐഡിയ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഒരുപാട് ട്രേഡ് ഓർഗനൈസേഷൻസും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ട്രേഡ് ഫെയർസും എക്സിബിഷൻസൊക്കെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ട്രേഡ് ആൻഡ് പ്രൊഫഷണൽ ജേണൽസ്. ഒരുപാട് ജേണൽസ് ഉണ്ടായിരിക്കും, മാഗസീൻസ്, ബിസിനസ്സിൻ്റെ ആയാലും മറ്റുള്ള എന്ത് കാര്യങ്ങളുടെ ആയാലും ഒരുപാട് ജേണൽസ് എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും. ആ ജേണൽസ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ് ഐഡിയാസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് വരുന്നതാണ് പ്രോസ്പെക്റ്റീവ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമർ എന്ന് പറയുന്നത് എന്താ, ഇസ് എ കിങ്. കൺസ്യൂമർ ഒരു കിങ് ആണ്. കൺസ്യൂമേഴ്സ് ഈസ് ദ കിങ് ഓഫ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സും വാണ്ട്സും ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ആരാണ് ഈ പ്രോഡക്റ്റ് വാങ്ങുന്നത്, കൺസ്യൂമേഴ്സ് അല്ലേ. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സും അവരെന്താണോ ആവശ്യപ്പെടുന്നത് അതിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പ്രോസ്പെക്റ്റീവായിട്ടുള്ള കൺസ്യൂമേഴ്സിനെ അവരെന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്തിട്ട് അവർക്ക് ഇനി എന്താണോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടത്, ഫാഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, പ്രൈസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, അതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടോ എന്നുള്ള എല്ലാ കാര്യങ്ങളും കൺസ്യൂമേഴ്സിൻ്റെ അവരുടെ ടേസ്റ്റും പ്രിഫറൻസും ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യണം, പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. കൺസ്യൂമേഴ്സിന് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ആ പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുന്നുണ്ടോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനെ ബേസ് ചെയ്തിട്ട് പ്രോഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രൊജക്റ്റ് ഐഡിയാസ് നമുക്ക് ഡെവലപ്പ് ചെയ്യും. കൺസ്യൂമേഴ്സ് ഏത് പ്രോഡക്റ്റാണ് ആവശ്യപ്പെടുന്നത്, അവരെത്രത്തോളം അതിൻ്റെ ക്വാളിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്ത് നമുക്ക് പ്രൊജക്റ്റ് ഐഡിയാസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പുതിയൊരു പ്രോഡക്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഡെവലപ്മെൻറ്റ് ഇൻ അതർ നേഷൻസ്. നമ്മളെ പീപ്പിൾസ് ഇൻ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലെ പീപ്പിൾസ് മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത് അഡ്വാൻസ്ഡ് കൺട്രീസിലെ ഫാഷൻസും ട്രെൻഡ്സും ഒക്കെ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോളോ ചെയ്യുമ്പോൾ അഡ്വാൻസ്ഡ് കൺട്രീസിലെ എന്ത് ചെയ്യണം, ഫാഷൻസും ട്രെൻഡ്സും നമുക്ക് ഈ ഒരു നമ്മുടെ കൺട്രിയിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ നമുക്ക് അതേപോലത്തെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യാം, ഒരു പ്രൊജക്റ്റ് ഐഡിയാസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അവർ അഡ്വാൻസ്ഡ് കൺട്രീസിൽ ഏത് പ്രൊഡക്റ്റാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രൊജക്റ്റ് ഐഡിയ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ്, ഗവൺമെൻറ് ഓർഗനൈസേഷൻസ്. ഗവൺമെൻറ് ഓർഗനൈസേഷൻസും ഏജൻസീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബിസിനസ് ഓൺട്രപ്രനറിനെ അവർക്ക് ഒരു ബിസിനസ് ഐഡിയ ഡിസ്കവർ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും അവരെന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിച്ച് ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഡെവലപ്മെൻറ്റ് ബാങ്ക്സിനെ കുറിച്ച് പഠിച്ച്, സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻസ്, ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റേഴ്സ്, എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ, ഡിസ്ട്രിക്റ്റ് ഇൻഡസ്ട്രിയൽ സെൻറ്റേഴ്സ്, ഇതൊക്കെ നമ്മളെന്താ ഈ ഓർഗനൈസേഷനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത്. ഈ ഒരു ഓർഗനൈസേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് പഠിച്ചത്, ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് അഡ്വൈസ് ആൻഡ് അസിസ്റ്റൻസ്. ഒരു ഓർഗനൈസേഷൻ തുടങ്ങുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അതിനാവശ്യമായിട്ടുള്ള എല്ലാ അഡ്വൈസസും അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ഓർഗനൈസേഷൻ നമ്മൾ മെയിനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ തുടങ്ങുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള, ഫിനാൻഷ്യൽ ആയിട്ടുള്ള, മാർക്കറ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഏത് ഏരിയാസ് ബിസിനസ് റിലേറ്റഡ് ഏത് ഏരിയാസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഈ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസീസ് ഓൺട്രപ്രിനേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് ഐഡിയാസ് ഇവാലുവേറ്റ് ചെയ്യാനും ഡിസ്കവർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് റിസർച്ച് ഓർഗനൈസേഷൻസ്. റിസർച്ച് ഓർഗനൈസേഷൻസ് എന്താ ചെയ്യുന്നത്, അവർ പുതിയ പുതിയ പ്രോഡക്റ്റ് ലബോറട്ടറീസിലും കാര്യങ്ങളിലൊക്കെ കൊണ്ടുവന്നിട്ട് പുതിയ പ്രോഡക്റ്റ് എന്താ ചെയ്യുന്നത്, അവർ ഡെവലപ്പ് ചെയ്യാണ്. അപ്പോൾ അവർ ഡെവലപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു പ്രൊജക്റ്റ് ഐഡിയാസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ്. യൂട്ടിലൈസേഷൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ്. വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ഇൻഡസ്ട്രീസിലെ വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു ഇൻഡസ്ട്രീസിലെ പ്രൊഡക്റ്റീവായിട്ടുള്ള പ്രൊഡക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഒരു ഇൻഡസ്ട്രീസിൽ ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഒരുപാട് വേസ്റ്റേജ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ആ വേസ്റ്റേജ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള നല്ല പ്രോഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്കൊരു ബിസിനസ് ഐഡിയ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നൊരു സോഴ്സസ് ആണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. ഈ ഒരു ബിസിനസ് ഐഡിയ ഡെവലപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും ഒരു നല്ല സ്യൂറ്റബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ന് പറഞ്ഞത് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുക, കൂട്ടം കൂടി ചേർന്നുകൊണ്ട് അവർ അവരുടേതായിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് വഴി നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരുപാട് ഐഡിയാസ്, ലാർജ് നമ്പർ ഓഫ് ഐഡിയാസ് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ആ ഐഡിയാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോ ഐഡിയാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഐഡിയാസ് നമുക്ക് അതിൽ നിന്നും സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. എന്നാണ് ബ്രെയിൻ സ്റ്റോമിങ്. നെക്സ്റ്റ് വരുന്നതാണ് ഹോബീസ്. ഇപ്പോൾ ഹോബീസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊജക്റ്റ് ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഒരുപാട് പേർക്ക് ഒരുപാട് ഹോബീസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ക്രാഫ്റ്റ് വർക്ക്, മറ്റുള്ള ഒരുപാട് ഡിസൈനിങ്, ഫാഷൻ ഡിസൈനിങ്, ഫോട്ടോഗ്രാഫി, ഇൻറ്റീരിയർ, ഇതൊക്കെ എന്ത് ചെയ്യാം, ഓരോ ആൾക്കാരുടെ ഹോബീസാണ്. ഹോബീസ് വഴി നമുക്ക് ഒരു പ്രൊജക്റ്റ് ഐഡിയാസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ഒരു ഹോബീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബിസിനസ് ഐഡിയ ആക്കിയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രയാണ് പ്രൊജക്റ്റ് ഐഡിയാസിൻ്റെ സോഴ്സസ് പറഞ്ഞിട്ട്. ഒന്നാമത്തെ അവറോൺ നീഡ്സ്, രണ്ട് മാർക്കറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, സക്സസ് സ്റ്റോറീസ് ഓഫ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, പ്രൊജക്റ്റ് പ്രൊഫൈൽസ്, ട്രേഡ് ഫെയർസ് ആൻഡ് എക്സിബിഷൻസ്, ട്രേഡ് ആൻഡ് പ്രൊഫഷണൽ ജേർണൽസ്, പ്രോസ്പെക്റ്റീവ് കൺസ്യൂമേഴ്സ്, ഡെവലപ്മെൻറ്റ്സ് ഇൻ അതർ നേഷൻസ്, ഗവൺമെൻറ് ഓർഗനൈസേഷൻ, റിസർച്ച് ഓർഗനൈസേഷൻ, യൂട്ടിലൈസേഷൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ്, ബ്രെയിൻ സ്റ്റോമിങ്, ഹോബീസ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ക്രീനിങ് ഓഫ് പ്രൊജക്റ്റ് ഐഡിയാസ്. നമ്മളിപ്പോൾ എന്ത് ചെയ്ത്, പ്രൊജക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് പ്രൊജക്റ്റ് ഐഡിയാസ് നമ്മൾ ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് എന്ത് ചെയ്ത് നമ്മൾ കളക്ട് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്യൂറ്റബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൊജക്റ്റ് ഐഡിയ നമ്മൾ എന്ത് ചെയ്ത് സെലക്ട് ചെയ്ത്, അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ആ പ്രൊജക്റ്റ് ഐഡിയനെ നമ്മൾ എന്ത് ചെയ്യണം, സ്ക്രീൻ ചെയ്യണം. അതായത് നമുക്കത് നമ്മൾ ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമോ, നമുക്ക് ചെയ്താൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, അത് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുമോ, നമുക്കത് എക്സിസ്റ്റൻസ് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കലാണ് ഇതിൽ ചെയ്യുന്നത്, ഈ സ്ക്രീനിങ് ഓഫ് പ്രൊജക്റ്റ് ഐഡിയാസിൽ നമ്മൾ ചെയ്യുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കാണ്ട് ആ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒന്നാമത്തത് കോമ്പറ്റബിലിറ്റി വിത്ത് ഓൺട്രപ്രന്യൂറിയൽ. നമ്മുടെ ഓൺട്രപ്രന്യൂറിയർക്ക് അത് സ്യൂറ്റബിൾ ആണോ, അയാളുടെ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് അയാളുടെ പേഴ്സണാലിറ്റി, അയാളുടെ കയ്യിലുള്ള റിസോഴ്സസ്, അയാൾക്ക് എന്തൊക്കെ റിസോഴ്സസ് കയ്യിലുണ്ട് അതൊക്കെ വെച്ചിട്ട് അയാൾക്ക് അത് തുടങ്ങാൻ കഴിയുന്ന ഒരു ബിസിനസ് ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അയാൾ ആ പ്രൊജക്റ്റ് ഐഡിയ അയാൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തത് കോമ്പാറ്റബിലിറ്റി വിത്ത് ഓൺട്രപ്രന്യൂറിയുടെ ഇൻട്രസ്റ്റിനെയും അയാളുടെ പേഴ്സണാലിറ്റിനെയും അയാളുടെ കയ്യിലുള്ള റിസോഴ്സസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അയാൾ ആ പ്രൊജക്റ്റ് ഐഡിയ സെലക്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തത് കൺസിസ്റ്റൻസി വിത്ത് ഗവൺമെൻറ് റെഗുലേഷൻസ് ആൻഡ് പ്രയോറിറ്റീസ്. നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഒരുപാട്
ലീഗലായിട്ടുള്ള ഫോർമാലിറ്റീസും കാര്യങ്ങളും നമ്മളൊക്കെ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സൈഡിലായാലും ഒരുപാട് റെഗുലേഷൻസും പ്രയോറിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ദ പ്രൊജക്ട് ഷുഡ് നോട്ട് വയലേറ്റ് ഗവൺമെൻറ് റെഗുലേഷൻസ് ആൻഡ് കൺട്രോൾ. ഗവൺമെൻറ് റെഗുലേഷൻസിനെയും ഗവൺമെൻറ് കൺട്രോളിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു പ്രൊജക്റ്റ് വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് ആ ഒരു ഗവൺമെൻറ് പോളിസീസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ആ ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റൻറ്റ് വിത്ത് നാഷണൽ ഗോൾസ്. നാഷണൽ ഗോൾസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം ആ ഒരു പ്രൊജക്റ്റ് കൺസിസ്റ്റൻറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്നത് അവൈലബിലിറ്റി ഓഫ് ഇൻപുട്സ്. നമ്മൾ എന്ത് ചെയ്ത് ഒരു പ്രൊജക്റ്റ് നമ്മൾ ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്നും പ്രൊജക്റ്റ് കണ്ടെത്തി, എന്നിട്ട് നമ്മൾ പ്രൊജക്റ്റ് സെലക്ട് ചെയ്ത് ആ പ്രൊജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് പ്രൊഡക്ഷൻ നടത്തിയതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ, നമുക്ക് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ഇൻപുട്സ് നമുക്ക് അവൈലബിൾ അല്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യില്ല, ആ ബിസിനസ് മുന്നോട്ട് പോകില്ല, ബിസിനസ് ക്ലോസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ പ്രൊജക്റ്റ് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ അവൈലബിലിറ്റി ഓഫ് ഇൻപുട്സ് നോക്കണം. നമുക്ക് എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻപുട്സ് ആ ഒരു ലൊക്കാലിറ്റി അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ളത് ആദ്യം അയാൾ നോക്കിയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പ്രൊജക്റ്റ് ഐഡിയ സെലക്ട് ചെയ്യേണ്ടത്. ഇൻപുട്ടിൽ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഉണ്ടോ, ലേബേഴ്സ് ഉണ്ടോ, ക്യാപിറ്റൽ, പവർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പ്രൊജക്റ്റ് ഐഡിയ സെലക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ്. നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് നമ്മൾ നോക്കണം. അതിൽ നോക്കുമ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് ആൻഡ് എക്സ്പോർട്ട് മാർക്കറ്റ്, ഡിമാൻഡ് ഇൻ ഡൊമസ്റ്റിക് ആൻഡ് എക്സ്പോർട്ട് മാർക്കറ്റ്. ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള മാർക്കറ്റിലും എത്രത്തോളം ആ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ട്, ദെൻ അതിൻ്റെ നേച്ചർ ഓഫ് കോമ്പറ്റീഷൻ എങ്ങനെയാണ്, സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഏത് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ആ ഒരു പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ദെൻ അതിൻ്റെ ട്രെൻഡ്സ് എന്താണ്, അതിന് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതിൽ നോക്കണം, മാർക്കറ്റിംഗ് ഫെസിലിറ്റീസിൽ നോക്കണം. അത് നോക്കിയതിന് ശേഷമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പ്രൊജക്റ്റ് ഐഡിയ സെലക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്നതാണ് പ്രോഫിറ്റബിലിറ്റി. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ തുടങ്ങുന്നത്, നമുക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഓർഗനൈസേഷൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റബിലിറ്റി, ആ ഒരു ഓർഗനൈസേഷൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ഹൈ ആയിട്ടുള്ള റിട്ടേൺ കിട്ടുമോ, ലോസ് ആവോ, അല്ലെങ്കിൽ ഒരിതൊന്നും ഇല്ലാതാവോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു പ്രൊജക്റ്റ് ഐഡിയ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഹയർ റിട്ടേൺ മസ്റ്റ് ബി സെലക്റ്റഡ്. നമുക്ക് ഏറ്റവും ഹൈ റിട്ടേൺ കിട്ടുന്ന ഒരു പ്രൊജക്റ്റ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് ലോസ് ആയിട്ടുള്ള പ്രൊജക്റ്റ് സെലക്ട് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവുമോ, ഇല്ല. അപ്പോൾ നമുക്ക് ഏറ്റവും റിട്ടേൺ ഹൈ ആയിട്ട് കിട്ടുന്ന ഒരു പ്രോജക്റ്റ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ദ പ്രൊജക്റ്റ്. നമ്മൾ ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ആ ഒരു പ്രൊജക്റ്റ് ഇതാവാൻ വേണ്ടിയിട്ട് എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട്, ആ കോസ്റ്റ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കണം പ്രൊജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആ കോസ്റ്റ് നമ്മൾ ഒരു പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ മിനിമം കോസ്റ്റ് വിത്ത് മാക്സിമം പ്രോഫിറ്റ്, മിനിമം കോസ്റ്റിൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ്, മാക്സിമം ഈൽഡ് കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കോസ്റ്റ് ഓഫ് ദി പ്രൊജക്റ്റ് ഷുഡ് ബി റീസണബിൾ. നമുക്ക് സ്യൂറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ലെവൽ ഓഫ് റിസ്ക്. റിസ്ക് എന്ന് പറയുമ്പോൾ പോസിബിലിറ്റി ഓഫ് ലോസിലുള്ള പോസിബിലിറ്റിയാണ് എന്തെന്ന് പറയുന്നത് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ലെവൽ ഓഫ് റിസ്കിൽ പറയുമ്പോൾ ചില പേഴ്സൺസ് ഉണ്ടായിരിക്കും കുറഞ്ഞ റിസ്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന ആൾക്കാരായിരിക്കും. ചില പേഴ്സൺസ് എന്ന് പറയുന്നത് നല്ല റിസ്ക് ഏറ്റെടുക്കാൻ കപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരുടെ ആ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ട് ലെവൽ ഓഫ് റിസ്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അവർ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മുടെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നമുക്ക് ഒരുപാട് റിസ്ക് വരാം. ചേഞ്ച് ഇൻ ഡിമാൻഡ്, പെട്ടെന്ന് ഒരു പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്ത് പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് കൊണ്ടുവന്ന് അപ്പോൾ അതിന് നല്ല ഡിമാൻഡായിരുന്നു. കുറച്ച് കഴിഞ്ഞ ശേഷം അതിനെന്ത് ചെയ്ത് ഡിമാൻഡ് ചേഞ്ചായി, ഡിമാൻഡ് കുറഞ്ഞ്, അപ്പോൾ അതൊരു റിസ്ക്കാണ്. ദെൻ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായി, സൈക്ലിക്കൽ വാരിയേഷൻസ്, ഫ്ലഡ്, എർത്ത് ക്വേക്സ്, ഇങ്ങനെയുള്ള ഓരോ വാരിയേഷൻസും എന്തുണ്ടാവും
ഉണ്ടാവാം. അപ്പോൾ ഓരോ ലെവൽ ഓഫ് റിസ്കിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൊജക്റ്റ് സെലക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് അതർ ഫാക്ടേഴ്സ്. ഇനിയും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഒരു പ്രൊജക്റ്റ് നമ്മൾ പ്രൊജക്റ്റ് ഐഡിയ സ്ക്രീൻ ചെയ്യുമ്പോൾ. അതിൻ്റെ പേ ബാക്ക് പീരിയഡ് നോക്കണം, ദെൻ എക്സ്പെക്റ്റഡ് ലൈഫ്, പിന്നെ എൻവിയോൺമെൻറ്റിനെ നോക്കണം. എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം പൊല്യൂഷൻ, ഡ്രൈനേജ് ഫെസിലിറ്റി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു പ്രൊജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്ക്രീനിങ് ഓഫ് പ്രൊജക്റ്റ് ഐഡിയാസിൽ വരുന്നത് ഒന്നാമത്തെ കോമ്പാറ്റബിലിറ്റി വിത്ത് ഓൺട്രപ്രന്യൂറിയൽ, 2 കൺസിസ്റ്റൻസി വിത്ത് ഗവൺമെൻറ് റെഗുലേഷൻസ് ആൻഡ് പ്രയോറിറ്റീസ്, 3 അവൈലബിലിറ്റി ഓഫ് ഇൻപുട്സ്, 4 മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ്, പ്രോഫിറ്റബിലിറ്റി, കോസ്റ്റ് ഓഫ് ദ പ്രൊജക്റ്റ്, ലെവൽ ഓഫ് റിസ്ക്, അതർ ഫാക്ടേഴ്സ്. ഓക്കെ, താങ്ക് യു.